നിങ്ങളോട് ഞാൻ എങ്ങനെ പറയും? എന്തോ ആയിക്കോട്ടെ, എന്നെ ഇനി ആരും കെട്ടണ്ട, എന്നെ ഇനി ആരും കെട്ടണ്ട. അതൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ നിയമപരമായിട്ട് പൊക്കോളാം. അല്ല, എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. എനിക്കെതിരെ പോകുമ്പോ ഞാൻ അതിന്റെ പുറകിൽ പോകും. ഒന്നുമില്ലേ, ആരൊക്കെ പറഞ്ഞു അയാൾ കേസിന് പോകണമെന്ന് ഇതിനു മുമ്പ് ഒരു ചാനൽ വന്നിട്ട് പഠിത്തിട്ട് പോയി. നിങ്ങൾക്കെതിരെ അയാൾ ഫയൽ, അതിന് എന്താ നല്ല കാര്യമല്ലേ? നിങ്ങൾ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട. അത് ഇത് നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ അതിനകത്ത് സ്റ്റാൻഡായിട്ട് നിൽക്കുന്നു എന്താന്നുള്ളത് നിങ്ങളെനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ നിങ്ങളെ പോലെ മന്ത്രിയോ തന്ത്രിയൊന്നും അല്ല, MLA അല്ല, ഒന്നുമല്ല. ഞാൻ മറ്റേ ഒരു ഇലക്ഷന് നിൽക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ഇത് കിട്ടി, അതുകൊണ്ട് നിങ്ങൾ ഓടി പറഞ്ഞ എല്ലാവരും കൂടെ വന്നു, അത്ര തന്നെ. അല്ലാതെ നിങ്ങൾക്ക് കലയോട് ഇഷ്ടമുണ്ടായിട്ടോ രാമകൃഷ്ണനോട് ഇഷ്ടമുണ്ടായിട്ടോ എന്നോട് ഇഷ്ടമുണ്ടായിട്ടോ കലാകാരന്മാരോട് ഇഷ്ടമുണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾ വന്നേക്കണത്. നിങ്ങളുടെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ അടുത്ത് ഞാൻ ഇവിടെ വരണ്ടാന്നുള്ളത്, നിങ്ങൾ ഇവരാരും ഇത്രയും അഹങ്കാര സംസാരിക്കുന്നത്? ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത്. എന്താ സംസാരിക്കും? ഇത് എന്റെ വീട്ടിൽ ഇതൊക്കെ എന്താണ്? ഇത് ഞാൻ വിളിച്ചോ? നിങ്ങളെ വിളിച്ചില്ല? ഞാൻ വിളിച്ചില്ല. ചോദിക്ക്, ഞാൻ മോളിൽ കയറി പോയിട്ട് എന്താ പോയിരുന്നേ? ഇതിന് വന്നത് എന്തിന്? എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് സംസാരിക്കാൻ. ജോലിയൊന്നും ഞങ്ങളുടെ അടുത്ത് വരണ്ട. ഇല്ലെന്ന് ആ ജോലി അതേ വേണ്ട, എന്റെ വീട്ടിൽ വേണ്ട, ഞാൻ വിളിക്കും. ഇതൊരു TC ഉള്ള സ്ഥലാ, ഇതൊരു TC ആണ്. ഇതൊരു TC ആണ്. ഈ സ്ഥലം ഒരു TC ആണ്. എന്റെ സ്ഥലം അല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ? അത് എന്തോ ഒരു വർത്താനം. ഒരുപാട് സ്നേഹിച്ചതാ കൊട്ടി, ഒരുപാട് സ്നേഹിച്ചതാ ആദ്യമായി. അല്ല, എനിക്ക് ഇനി നിങ്ങളോട് സംസാരിക്കേണ്ട. നിങ്ങൾ ഒരുമാതിരി എന്താ ഒരു സ്റ്റാൻഡ്, നിങ്ങളുടെ ഈ പഠിത്തം വെച്ചിട്ടുള്ള സംസാരം അല്ല നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. മാഡം നമ്മളോട് പെരുമാറിയതെന്ന് വെച്ചാൽ ഒരു കലാകാരിയുടെ ഒരു നിലയിൽ നിന്നുകൊണ്ടല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം. ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നോ? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നിക്കടോ അല്ല കേക്ക്, അതൊന്നുമല്ല മിണ്ടാരിയടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാർ, ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ? കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും, അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാണ്. എന്നിട്ട് എടുത്തിട്ടില്ല. അത് തന്നെ പറഞ്ഞ നിങ്ങൾ അന്വേഷിക്കണം. പിന്നെ ഇയാളെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ടോ? പിന്നെ രാമോ, നീ എന്നാ കേട്ടോ? വേണ്ട, ഇഷ്ടം പോലെ ഉണ്ട്. കേൾക്കണോ നിങ്ങൾക്ക്? കേൾക്കണം. ഞാൻ പാട്ട് പാടുന്നത് കേൾക്കണോ നിങ്ങൾക്ക്? രാമോ, ഇങ്ങോട്ട് വന്നേ. അതെനിക്ക് സൗകര്യം ഉണ്ടായിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പറഞ്ഞു, അത്ര തന്നെ. കലാകാരനൊക്കെ അവിടെ ഇട്ടെ. കലാകാരന്മാർക്ക് ഞാൻ ചോദിക്കട്ടെ, കലാകാരന്മാർക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്ന് വല്ല നിയമമുണ്ടോ? വെറുപ്പാ. നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ചാ ഞാൻ സംസാരിച്ചേ. മനസ്സിലായ? നിങ്ങൾ സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ സംസാരിച്ചേ. ഇപ്പൊ മതിയായടാ നിനക്ക്? തല്ലി കളഞ്ഞാ പോവില്ല ഇവര്, മനസ്സിലായ? തല്ലി കളഞ്ഞാ പോവില്ല. അയ്യോ, എന്ത് പറഞ്ഞാലും നമശിവായ. വേണ്ട, സഹിക്കണ്ട. ഇയാൾക്കുണ്ടല്ലോ ഒരമ്മ, എല്ലാവർക്കും ഉണ്ടല്ലോ. ഉണ്ട്. ഇല്ല, അല്ല അമ്മ ഉണ്ടല്ലോ നിനക്ക്. ഇയാൾക്ക് അമ്മ ഉണ്ടല്ലോ. എനിക്കുള്ളത് പോലെ എല്ലാം ഉണ്ടല്ലോ. ഉണ്ടല്ലോ. ആദ്യം അമ്മ പെറ്റ തളരെ വിളിച്ചിട്ട് പോണത്. ഇയാൾക്കില്ലേ അമ്മ? മനസ്സിലായോ?
നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഞാനേ കറുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇഷ്ടമാണ് കറുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിനും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കണെന്തിനാ? ഇതെന്തൊരു പാട്? എന്തോ ആയിക്കോട്ടെ, അതിശയിപ്പിച്ചോട്ടെ, എനിക്ക് അവരെ വല്ല ചെലവുണ്ടാ? എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള അതിശയിപ്പിച്ച ഒരു വിരോധമില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഞാനൊരു ചാനലിൽ സംസാരിച്ചു, നിങ്ങൾക്ക് എന്തിനാ എത്ര വിഷമം? ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ അവിടെ ചെല്ലും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തേക്ക് ആയത് അതാണ്. ഈ നാളെ ഇനി നേരം വെളുക്കുമ്പോൾ തുടങ്ങും വല്ലതും കിട്ടാണ്ടാണ്. അതാണ് എനിക്ക് ഇയാളെ അറിയിക്കേണ്ട ആവശ്യം എനിക്കില്ല.